ദാ ആവേശകരമായി ഇടതുമുന്നണി പ്രവർത്തകരൊക്കെ സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് വർക്ക്? എങ്ങനെയുണ്ട്? നല്ല വർക്കാണ്. ഇന്നലെ മഹിളാ അസോസിയേഷൻ്റെ മാർച്ച് 8 പരിപാടി കാസർഗോഡ് വെച്ചിരുന്നു, കാഞ്ഞങ്ങാട് വെച്ചുണ്ടായിരുന്നു. അതിൽ 10,000 സ്ത്രീകളാണ് പങ്കെടുത്തത്. സ്ത്രീ വോട്ടർമാരുടെ ഒരു പൊതു മനോഭാവം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ? സ്ത്രീകൾ മാഷ ജയിപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മുഴുവൻ പേരുടെ വോട്ടും കിട്ടും. അത് ഡിസ്റ്റിങ്ഷനോടെ മാഷ്. പക്ഷേ UDFന്റെ പ്രതീക്ഷ എന്താണ്? ഇത് ഞങ്ങൾക്കല്ലേ സിറ്റിംഗ് MP, പിന്നെ ഞങ്ങൾ എന്തിനു പേടിക്കണം? ആ MP തന്നെ വീണ്ടും മത്സരത്തിന് ഇറക്കാന്നല്ലേ അവർ പറയുന്നത്. അത് വെറും വ്യാമോഹം മാത്രമാണ്. ഉറപ്പല്ലേ? നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വളരെ ഭീതിജനകമായിട്ടൊരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നൊരു ബോധമുണ്ട്. ആ ബോധം ഇടതുമുന്നണിക്ക് അനുകൂലമായിട്ട് നല്ലൊരു പ്രതികരണം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. രാവിലെ പണി തുടങ്ങാൻ പോകണം. ഉഷാറായി നിൽക്കുകയാണ്. അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വർക്കൊക്കെ എങ്ങനെയുണ്ട്? നന്നായി നടക്കുന്നുണ്ട്. നന്നായി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. വോട്ട് പിടിക്കാൻ എങ്ങനെ വീടുകളിലാണ് പ്രദേശത്തേക്കൊക്കെ? ഓരോ പാർട്ടി മെമ്പർമാർക്ക് ചില വീടുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ട് അതിൽ കാര്യമായി ചെയ്യുക. അങ്ങനെയാണ്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇലക്ഷൻ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ വർക്കും പണിയും ഒന്നിച്ചു പോകുന്നുണ്ട്. പിന്നെ ചുമരെഴുത്ത് നടത്തലുണ്ട്. എൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് വൈകുന്നേരങ്ങളിൽ പണി കഴിഞ്ഞ ശേഷം ചുമരെഴുത്ത് മാഷ വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഒരു പ്രചരണത്തിൻ്റെ പൂർണ്ണമായിട്ട് നടത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങൾ ഓരോ വാചകത്തിൽ ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്നത് ആർക്കാണ്? കാസർഗോഡ് മണ്ഡലത്തിൽ 2019 ഇനി ആവർത്തിക്കില്ല എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ LDFിൻ്റെ പ്രവർത്തകർ നടത്തുന്നുണ്ട്. അത് തന്നെയാണ് പറയാനുള്ളത്. കാസർഗോഡ് മണ്ഡലം ഒരു തെറ്റ് തിരുത്താൻ വേണ്ടി പോവുകയാണ്. ഈ മണ്ഡലത്തിൽ മാഷയെ പോലെ മറ്റൊരു സ്ഥാനാർത്ഥി കിട്ടില്ല. ജനങ്ങളുമായിട്ട് സിറ്റിംഗ് MP എന്നുള്ളതിൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം UDFന് ഈ മണ്ഡലത്തിൽ ഇത്തവണ അവകാശപ്പെടാനാവും? ഒരു സാധ്യതയുമില്ല. കാരണം വികസനവും ഇവിടെ നടന്നിട്ടില്ല. വികസനത്തിൻ്റെ ചില കണക്കുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ പൊള്ളയായ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ നടപ്പാക്കാത്ത കാര്യങ്ങളുമാണ്. ഓക്കെ, നമസ്കാരം. എന്നിട്ട് വിശേഷം? രാവിലെ ചായയൊക്കെ കുടിച്ചോ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തരീക്ഷം? പക്ഷെ പറച്ചിലൊരു ഉഷാറില്ലല്ലോ. ആണോ? എന്താവും ഇത്തവണ കാസർഗോഡ്? എങ്ങോട്ടാണ്? എന്താണ് അവസ്ഥ? കാസർഗോഡ് ആര്? ആരോട് ചിലരോട് ചോദിച്ചാലേ ജയിക്കും, ആരാന്ന് മാത്രം ചോദിക്കില്ലെന്ന് പറഞ്ഞാലാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നാടറിയും എന്നുള്ളത്. അപ്പോൾ ഇതായാലും ഞങ്ങൾ വിടട്ടെ. അപ്പോൾ നമ്മളിതാ കുട്ടൻ നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കൊടുക്കേണ്ട സമയമാവുകയാണ്. തൃക്കരിപ്പൂരിൽ നിന്നാണ് രാവിലെ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത് കാവ്യ.